കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. കളഭാലങ്കാരം കഴിഞ്ഞിട്ട് നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തൊഴാൻ പോകണം, ഗുരുവായൂരപ്പനെ കാണാൻ പോവുക. ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അത് കാരണം നല്ല തിരക്കായിരുന്നു. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ ഉണ്ടാവും. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. ഇന്നത്തെ ഉദയാസ്തമന പൂജയ്ക്ക് തന്നെ രാവിലത്തെ ആദ്യത്തെ ഉദയാസ്തമന പൂജ നടത്തിയിരുന്നത് ഓദിക്കാൻ. ഇന്നത്തെ ഓദിക്കാൻ ആദ്യം തന്നെ തുടങ്ങിയത് ഏകദേശം ശീവേലി കഴിഞ്ഞ സമയത്താണ് ഉദയാസ്തമന പൂജയുടെ തുടക്കം. കക്കാട് മനോദിക്കനാണ് ഇന്ന് ആദ്യത്തെ 5 പൂജ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ 5 പൂജ മുന്നൂലം ഭവേഷോദിക്കനാണ്. അതുപോലെ മൂന്നാമത്തെ പൂജ പൊട്ടക്കുഴി അഷ്ടമൂർത്തി ഓദിക്കനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, നവകവും ഒക്കെ കഴിഞ്ഞ് പന്തീരടിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഉച്ചപൂജ തൊഴാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വിഘ്നേശ്വരൻ്റെ വലിയ ഗണപതി ക്ഷേത്രം അതിൽ പോയി ദർശനം നടത്തി നമ്മൾ ഗോപുരവാതിൽ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ ഗോപുരത്തിൻ്റെ വാതിൽപ്പടി താണ്ടി അവിടെ നിന്ന് നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തെ ആ പ്രകാശം ഇങ്ങനെ കാണുമ്പോൾ എന്താ ഒരു സമാധാനം. ഗുരുവായൂരെത്തി, ഗുരുവായൂരപ്പനെ കാണാനുള്ള തിടുക്കായി, ഗുരുവായൂരപ്പനെ കണ്ടു എന്നുള്ള ആ ഒരു ഇത് മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇടത്ത് വശത്തേക്ക് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അതുപോലെ ആ തൂണ് ഒന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി നോക്കി നടക്കുമ്പോൾ കിഴക്ക് വശത്തു കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അകത്തെ ആ ശ്രീകോവിലിലെ പ്രഭയിലിങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാൽപാദം കാണാം. കാൽപാദത്തിന്മേൽ ആ കാൽത്തളകൾ കാണുന്നു. മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ നോക്കി അരയിൽ ആ കിങ്ങിണി ഇങ്ങനെ ഉണ്ട്, ചെറിയൊരു കുമ്പൊക്കെ ഉണ്ട്. നെയ്യൊക്കെ കെട്ടിയിട്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ വിശാലമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കൈവളകൾ കാണാണ്ട് ഒരു കൈ ഇങ്ങനെ അരയെ കുത്തിയിട്ടുണ്ട്, മറ്റേ കയ്യിൽ ആ പൊന്നോടക്കുഴലും ഉണ്ട്. അതാണ് ഇപ്പം ഇന്നത്തെ അലങ്കാരം. പൊന്നോടക്കുഴൽ പിടിച്ച് നിൽക്കണ ആ ഒരു കുസൃതിക്കുട്ടനാണ് ഇന്നത്തെ ഉണ്ണി. വളരെ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് കാണാനുള്ളത്. അങ്ങനെ കൈവളകൾ കാണാനുണ്ട്, തോൾവളകളുണ്ട്, അതേപോലെ ചെവിപ്പൂക്കളുണ്ട്, ഒരു പൊന്നിൻ്റെ ഗോപി ചാർത്തിയിട്ടുണ്ട്, ഗോപീതിലകം. അതേപോലെ മാറത്തും വെച്ചിട്ടുണ്ട് ഒരു ഗോപീതിലകം. പിന്നെ ഉള്ളതാണെങ്കിലോ വളയം പോലത്തെ മാല ഉണ്ട്, ഒരു നെക്ലസ് പോലത്തെ മാലയുണ്ട്. അങ്ങനെ അതെല്ലാം ആയിട്ടിങ്ങനെ ശ്രീകോവിലിൽ ഇങ്ങനെ നല്ല രസമായിട്ടാണ് വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ട്. 2 വലിയ ഉണ്ടമാലകൾ, വെളുത്ത പൂവും തെച്ചി തുളസി ആയിട്ടുള്ള ഒരെണ്ണവും, ഒരു റോസ് പൂ പോലത്തെ ഒരു പൂവ്, താമരയാണ് കൊണ്ട് താമരപ്പൂവും തെച്ചിപ്പൂവും ചേർത്തിട്ടൊന്നും. അതേപോലെ പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. പീലിത്തിരിമുടിയിൽ പീലിങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. 2 പീലിത്തിരിമുടി, 2 തിരുമുടി മാലയാണ് ചാർത്തിയിട്ടുള്ളത്. പിന്നെ വിധാനമായിട്ട് 4 തുളസി മാലയുണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് ശ്രീലകത്ത് കാണാനുള്ളത്. ഇന്നിപ്പോൾ 1:30 തന്നെ അടയ്ക്കും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ, 1:30 അടയ്ക്കും. എന്താ വെച്ചാൽ ആ മോറൽ പെയിൻറ്റിങ്ങാണ്, വരയ്ക്കാനുള്ള സമയം. ശനി ഞായറും അവധി ദിവസങ്ങളിൽ 3:30 തന്നെ തുറക്കും, അല്ലാത്തപ്പോൾ 4:30 തുറക്കുക, 1:30 അടച്ചിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അങ്ങനെ ശ്രീകോവിലേക്ക് ഇങ്ങനെ നോക്കി നമ്മൾ തൊഴുതു, ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതു. അങ്ങനെ തൊഴുതിങ്ങനെ ഇനി നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ഉഷപൂജയൊക്കെ നടത്തുന്ന ഗണപതി ഹോമമൊക്കെ നടക്കുന്ന തിടപ്പള്ളിയിലേക്കൊന്ന് നോക്കി തൊഴുതു. സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. അതുപോലെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വന്നു. വിഘ്നേശ്വരൻ്റെ അടുത്ത് അതാ നല്ല ഒരു കനകാംബരം പോലത്തെ മാലയും, കനകാംബരമാല അതുപോലെ തുളസി മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം
വന്ദേഹം ഗണനായകം. സരസ്വതി ദേവിയുടെ ഫോട്ടോൻ്റെ മുകളിൽ 2-3 മാല ഉണ്ട്. ഒരു തുളസി മാല ഉണ്ട്, ഒരു ചുവന്ന മാലയുണ്ട്, ഒരു വെളുത്ത മുല്ലപ്പൂ മാലയുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് ഇങ്ങനെ ഇറങ്ങി ചെറിയ ഗണപതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു. മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി നേരെ നമ്മൾ അനന്ത പത്മനാഭസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ നിറയെ വിധാനമായിട്ട് മാലകൾ ഇങ്ങനെ ചാർത്തിയിരിക്കുന്നുണ്ട്. വയലറ്റ് പൂവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ധാരാളം മാലകളുണ്ട്. അപ്പോൾ പത്മനാഭസ്വാമീനെ കണ്ടു തൊഴുക. ഇന്നലെ മാലയൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് മാലകൾ ധാരാളം. അത് കഴിഞ്ഞ് ആ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് അങ്ങനെ കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ഉണ്ട്. ഇന്ന് മാലകളൊക്കെ എല്ലായിടത്തും മാലകളുണ്ട് കേട്ടോ, ധാരാളമായിട്ട്. കണ്ണനൊക്കെ ധാരാളം മാലകളാണ്. അത് കഴിഞ്ഞ മുരുകനെ കണ്ടു. കഴിഞ്ഞ ഹനുമാൻ സ്വാമീൻ്റെ അടുത്ത് വന്നാലോ നിറയെ കുങ്കുമൊക്കെ ഉണ്ട്, വെറ്റിലമാല ഉണ്ട്, മാലകൾ ഇഷ്ടം പോലെ മാലകളാണ്. എല്ലാ വിഗ്രഹങ്ങളിലും മാല ചാർത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് തൊഴുതു. പിന്നെ ഓവിൻ്റെ അവിടെ വന്നു കണ്ട് തൊഴുതു, പ്രാർത്ഥിച്ചു. ഇനി ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ നമ്മൾ താമരക്കണ്ണനെ കാണാം. ഇനിയിപ്പോൾ ആ താമരക്കണ്ണനൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് മാറുന്നതാണ് തോന്നുന്നത്. പെയിൻറ്റിങ് മാറ്റം വരുമല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ട് തൊഴുക. കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുതു. മണിക്കിണർ കണ്ടു, തൊഴുതു. അതുപോലെ നൃത്താറയിലേക്ക് നോക്കിയാലോ നമ്മുടെ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നുണ്ടെന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ ആ ഒരു മനസ്സിലേക്ക് ഇങ്ങനെ ആ ചിന്ത വരും. അങ്ങനെ ആ ഒരു രൂപം നമ്മുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരും. അവിടെ കണ്ട് തൊഴുതു. ഇനി നേരെ ആ കുറൂരമ്മേനെയൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് ഇനി ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവാം. അങ്ങനെ വരുന്ന വഴിക്ക് അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് തിരക്കാണ്, എന്നാലും അതിനെ പോവാം. അങ്ങനെ വന്ന് ഭഗവതി അത് നിറയെ മുല്ലപ്പൂവും മാല തെച്ചിപ്പൂവും ഒക്കെ ഇങ്ങനെ അലങ്കാര തുളസിയൊക്കെ ആയിട്ടുണ്ട്. ഭഗവതിയുടെ അവിടെ ഉണ്ടെന്ന് വിധാനമായിട്ട് തുളസി ഇങ്ങനെ ചാർത്തിയിട്ട് നിറയെ ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് കാണാനുണ്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കണ്ടു തൊഴുതു. അങ്ങനെ നമ്മൾ ആ സൈഡിലേക്ക് വന്ന് കോർണറിലേക്ക് എത്തിയിട്ട് മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. മമ്മിയൂരപ്പനെ കണ്ട് മനസ്സാ പ്രാർത്ഥിക്കുക. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വന്നു. വീണ്ടും നമ്മൾ ആ ഒക്കത്ത് കൈ വെച്ച് ഇങ്ങനെ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കണ്ടു. ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഒന്നുകൂടി സാഷ്ടാംഗം നമസ്കരിച്ചു. അതിന് ശേഷം നേരെ ആ കൂത്തമ്പലത്തിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് കണ്ടു തൊഴുതു. ഇനി അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് പോയി നോക്കാം. അങ്ങനെ വരികയാണ്. അയ്യപ്പസ്വാമിയുടെ അവിടെ ഉണ്ട് നിറയെ മാലകൾ കേട്ടോ, മാലകളുണ്ട്. ഇന്ന് അയ്യപ്പസ്വാമി ഇന്ന് ആ ഒരു എന്താ പറയുക, മെറൂൺ കളറിലുള്ള പട്ടാണ് ഉടുത്തിട്ടുള്ളത്. നല്ല എന്നിട്ട് ഗോളകി ഇറക്കിയിട്ടുണ്ട്. ഗോളകി ഇറക്കിയിട്ട് അതിൻ്റെ മുകളിൽ പൊട്ടും വെച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ നമ്മൾ അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴുതു, വലം വെച്ചു. ഇനി പടിഞ്ഞാറ നടയിലേക്ക് ഇങ്ങനെ വന്നാൽ ആ ദീപസ്തംഭത്തിലെ മുരളീധര സ്വരൂപം കാണാം. അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ അവിടെയും കാണാം മുരളീധരനായിട്ടുള്ള വേണുഗോപാലനായിട്ടുള്ള രൂപം. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുക. അപ്പോൾ നമ്മൾ ഇന്നും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എൻ്റെ കൂടെ വന്നിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തിയിട്ട് തിരുമുമ്പിൽ ദർശനം കിട്ടി എന്നങ്ങോട്ട് മനസ്സിലേക്ക് കരുതുക. അപ്പോൾ അതങ്ങോട്ട് ശരിയാവും.
അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.